മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ വിവാദം തുടരുന്നതിനിടെ 3 ബിജെപി സ്ഥാനാർത്ഥികളെയും വിജയികളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കമ്മീഷൻ തീരുമാനമെടുത്തത്. ഇതിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് കോൺഗ്രസ് നീക്കം. FIR പോലും രജിസ്റ്റർ ചെയ്യാത്ത കേസിന്റെ പേരിലുള്ള നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. സംസ്ഥാന ജില്ലാ തലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും. മധ്യപ്രദേശിൽ ഭരണം പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നതായി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. On another hand, Jharkhand, what the returning officer has done, the BJP sponsored corporate candidate, he didn't even mention his name properly in the column. 2 columns didn't filled at all. The nomination paper was totally wrong. But returning officer accepted that nomination. പരീക്ഷാ ക്രമക്കേട്, തൊഴിലില്ലായ്മ, ഇന്ധന പ്രതിസന്ധി എന്നിവ ചൂണ്ടിക്കാട്ടിയും പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെയും വിജയികളായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് 3ാം സ്ഥാനാർത്ഥിയുടെ ജയം. 3 സ്ഥാനാർത്ഥിക്കും കമ്മീഷൻ ഇതിനോടകം സർട്ടിഫിക്കറ്റ് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് BJP സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചത്. Media 1, Delhi.